ഹായ് ഹലോ നമസ്കാരം. ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്നുള്ളതല്ലേ. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള മുഗദാർ ബീച്ചാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത്ര ആൾക്കാരോ തിരക്കോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നല്ല കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ സാറ്റർഡേ സൺഡേ പിന്നെ നോക്കണ്ട, ഞങ്ങൾ അധികം വർക്ക് ഡേയ്സിലാണ് പോവുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇത്രയൊരു സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ബീച്ചിലെ സൺസെറ്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോസും അത്ര ഭംഗിയുള്ളതായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു അവൻ നല്ലൊരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ പിന്നെ ചാരുവിനും ഒന്ന് കടലിൽ ഇറങ്ങണം എന്നൊക്കെ ആയി. അങ്ങനെ ഇതാ അവളെയും കൊണ്ട് അവളപ്പ ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. കുറച്ച് വെള്ളമൊക്കെ കാലിലായതുകൊണ്ടാണെന്നു അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം അവളെ ആ ഒരു ടൈമിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ, വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതന്നെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതാണ് ഞങ്ങൾക്ക് സന്തോഷമായത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പോരുന്ന വഴി ഇതാ ഈ ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷവരവായിരുന്നു കേട്ടോ. കുറേ ആളുകൾ താലപ്പൊലിയൊക്കെ എടുത്തിട്ട് അവിടെ ഉണ്ട്. അവർ ആഘോഷവരവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള റീൽസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേരുണ്ടല്ലോ, കുബാബ, നമ്മുടെ മന്തി. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉള്ളിൽ അതിനേക്കാൾ വലിയ തിരക്കായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ മാറ്റി പിടിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ സരോവരം ബയോ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മധുഹൂത്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒതൻറ്റിക് മധുഹൂത്ത്, ചിക്കൻ മധുഹൂത്താണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിന് മുന്നേ ആയിട്ട് അവർ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് മട്ടൻ്റെ സൂപ്പാണ് തരുന്നത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനും എനിക്കൊക്കെ നല്ല ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ഫുഡ് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചതുകൊണ്ട് തന്നെ അവർ നമുക്ക് പറഞ്ഞത് അവരോട് ഒതൻറ്റിക് ആയതുകൊണ്ട് തന്നെ അത് യെല്ലോ റൈസാണ് കുറച്ചുകൂടി നന്നാവുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ആ യെല്ലോ റൈസിലാണ് മധുഹൂത്ത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ കൂടെ നമുക്ക് അവർ വൈറ്റ് റൈസും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് വൈറ്റ് റൈസിനേക്കാൾ ഇഷ്ടമായത് ആ യെല്ലോ റൈസ് തന്നെയാണ് കേട്ടോ, മധുഹൂത്ത്. എന്തായാലും നല്ലൊരു അടിപൊളി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ.